കണ്ണൂർ ഇരിട്ടി കരിക്കോട്ടക്കരിയിൽ മയക്കുവെടി വെച്ച ശേഷം ചരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം 11 മണിക്ക് നടക്കും. ആറളം വളയഞ്ചാലിലെ RRT ചികിത്സാ കേന്ദ്രത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം. ഇതിനുശേഷം ആനയെ വളയഞ്ചാലിൽ സംസ്കരിക്കും. ഷഫീഖ് നസ്രുള്ള വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. ഷഫീഖ്, ഇത് ഈ ആനയെ എവിടെ വെച്ചാണ് മയക്കുവെടി വെച്ചത്? ഇന്നലെ രാവിലെയാണ് കരിക്കോട്ടക്കരിയിൽ ജനവാസ കേന്ദ്രത്തിൽ ആന ഇറങ്ങിയത്. വൈകുന്നേരത്തോടുകൂടി അവിടെ തന്നെ മയക്കുവെടി വെച്ചു. രാത്രിയോടുകൂടിയാണ് ചെരിഞ്ഞത്. ആ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ ആറളം വളയഞ്ചാലിലെ RRT ചികിത്സാ കേന്ദ്രത്തിൽ നടക്കും. ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ വെച്ച് തന്നെയായിരിക്കും സംസ്കരിക്കുക. ഇപ്പോൾ ആറളം ഭാഗത്ത് പോലീസിന്റെയും അതോടൊപ്പം വനം വകുപ്പിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഈ ആനക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഈ പടക്കം പോലുള്ള സാധനങ്ങൾ കഴിച്ചതുകൊണ്ടാണ് എന്നൊരു നിഗമനത്തിലാണ് ഉള്ളത്. ഇത്തരം പടക്കങ്ങൾ ആ മേഖലകളിൽ ഉണ്ടോ എന്നതടക്കം കൂടുതൽ പടക്കങ്ങളുണ്ടോ എന്ന അന്വേഷണമാണ് ആറളം ഭാഗത്ത് നടക്കുന്നത്. പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് അത്തരം ഒരു പരിശോധന നടക്കുന്നത്. കർഷകർ പല സ്ഥലങ്ങളിൽ വന്യജീവികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം പടക്കങ്ങൾ ഉപയോഗിക്കുന്നു. ആ പടക്കം കഴിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വായയുടെ ഭാഗത്ത് ഗുരുതരമായ പരിക്കുണ്ടായി. അന്നനാളത്തിനടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. 3-4 ദിവസമായി തീറ്റയോ അതോടൊപ്പം തന്നെ വെള്ളമെടുക്കാനോ കഴിയാത്ത സ്വഭാവത്തിൽ അവശ നിലയിലായിരുന്നു ഈ കാട്ടാനയുണ്ടായിരുന്നു. കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ച് പിന്നീട് വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് തന്നെ തളർച്ച അനുഭവപ്പെട്ടിരുന്നു. രാത്രിയോടുകൂടിയാണ് അത് ചെരിഞ്ഞ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടിയാണ് അല്പസമയത്തിനുള്ളിൽ ഈ RRT ചികിത്സാ കേന്ദ്രത്തിൽ നടക്കുക. അവിടെ തന്നെ വളയഞ്ചാലിൽ തന്നെയായിരിക്കും പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ മൊകേരി പഞ്ചായത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊരു യോഗം നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ, ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് വള്ളിയായിൽ ഒരു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു കർഷകൻ കൊല്ലപ്പെട്ടിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇന്ന് പ്രത്യേകമായി യോഗം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാട്ടുപന്നിയുടെയും അതോടൊപ്പം ആനയും ഇറങ്ങുന്നത് കർഷകർക്കുണ്ടാക്കുന്ന വലിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ചയുണ്ടാവും. അതിനുശേഷം ഈ കേന്ദ്രങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പടക്കം കടിച്ച് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ വനം വകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. അന്വേഷണ ചുമതല ഉള്ളത് ഫോറസ്റ്റ് ഓഫീസർക്കാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് DFOക്ക് നൽകിയിട്ടുള്ളത്. DFO 2 മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. ഇത്തരത്തിൽ പടക്കം കഴിച്ചതിൻ്റെ ഭാഗമായി പടക്കം പൊട്ടിയപ്പോഴാണ് വായിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. ആ ഗുരുതരമായ പരിക്ക് മരണത്തിന് കാരണമായിട്ടുണ്ട്. ആ തരത്തിൽ പടക്കമുണ്ടായത് എവിടെ നിന്നാണ്, ഏത് സ്വഭാവത്തിലാണ് ആക്രമണം ഉണ്ടായത് എന്ന സ്വഭാവത്തിലുള്ള വിശദമായ അന്വേഷണം നടക്കാനാണ് DFOക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DFO 2 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ഉള്ളത്. ജെയിംസ്.